കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന കേക്ക് പോപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയത് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് സ്പോഞ്ച് കേക്കാണ്. ഞാനിവിടെ വാനില സ്പോഞ്ച് കേക്കാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പിലുള്ള സ്പോഞ്ച് കേക്ക് വെച്ചിട്ടും കേക്ക് പോപ്സ് ഉണ്ടാക്കാം കേട്ടോ. ഈ കേക്ക് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കൈകൊണ്ടാണ് പൊടിച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. ഇനി ഇത് ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കുഴച്ച് നോക്കുക. ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ മാത്രം വീണ്ടും മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ തേൻ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ തന്നെ കുഴച്ച് ബോൾസ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ 2 സ്പൂൺ മാത്രം ചേർത്തിട്ടുള്ളൂ. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ബട്ടർ കയ്യിൽ തടവി കൊടുത്താൽ മതിയാകും. എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വൈറ്റ് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസിൽ സ്റ്റിക്ക് വെക്കണം. അതിനായി ഞാനിവിടെ ലോലിപോപ്പ് സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. സ്റ്റിക്ക് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കേക്കിലേക്ക് കുത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് പോപ്സ് സ്റ്റിക്കിൽ നിന്നും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കാം. ലോലിപോപ്പ് സ്റ്റിക്ക് ബേക്കിംഗ് സപ്ലൈ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വാങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ സ്ക്വയർ വെച്ചിട്ടോ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. സ്റ്റിക്കെല്ലാം വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കേക്ക് പോപ്സും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് എടുക്കാം. ഇനി നന്നായി ഒന്ന് കറക്കി കൊടുക്കുക. ഇതിലധികമായി വരുന്ന ചോക്ലേറ്റ് എല്ലാം തന്നെ ഗ്ലാസ്സിലേക്ക് തന്നെ കളയണം. മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബോൾസും സ്റ്റാർസും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിലുള്ളത് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൽ ഒന്ന് മുക്കി നമുക്കൊന്ന് കറക്കിയെടുക്കാം. എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് എല്ലാം ഗ്ലാസ്സിലേക്ക് തന്നെ കളയാം. അതിനുശേഷം സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഇതുപോലെ മുഴുവനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.